നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് പീസ്, സമാധാനം, അതാണ്. പക്ഷേ അതിലേക്ക് എത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഫിസിക്കലി സഫറിങ് അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും മെൻ്റലിയാണ് സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തേക്കിട്ട് അറിയുകയുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവനവൻ തന്നെ അത് സഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരോട് ആ സഫറിങ് നമ്മൾ പ്രകടിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളും ഈഗോ ക്ലാഷും ഒക്കെ സംഭവിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ ആ ഒരു മെൻ്റൽ സഫറിങ് തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന ആ സാഹചര്യത്തിലല്ല മറ്റൊരു വ്യക്തി എങ്കിൽ അവിടെ നിന്നും പ്രതികരണം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ആ ഒരു ലൈഫിൽ പീസ് വളരെയധികം നഷ്ടപ്പെടും. ഓൾറെഡി മെൻ്റലി നമ്മൾ സഫറിങ് ആണ്, അതിൻ്റെ കൂടെ ഫിസിക്കലി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ സഫറിങ്ങും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ലൈഫ് എല്ലാവരുടെയും ഒരു അൺകംഫർട്ടബിളായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പീസ് എന്നുള്ളൊരു അവസ്ഥയിലൂടെ ലൈഫ് സഞ്ചരിക്കുന്നത് വളരെ കുറച്ച് സമയം, അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ പീസ് എന്ന് പറയുന്നത് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ആ സ്റ്റേറ്റാണ്. അത് ഒരു ഇമോഷനല്ല. പീസ് എന്ന് പറയുന്നത് ഒരു ഇമോഷനല്ല, അതൊരു അവസ്ഥയാണ്. അതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്റ്റേറ്റ്. പക്ഷെ ആ അവസ്ഥയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് റീസൺ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ലോക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് യഥാർത്ഥ നമ്മളുടെ ആ ഒരു പീസ് എന്നുള്ളൊരവസ്ഥയെ ലോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ സദാ തോട്ട്സ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട്സ് നമ്മൾ അവെയറല്ല. നമുക്കെങ്ങനെയാണ് ഇത് അവെയറാകാൻ പറ്റുക? അത്ര സ്പീഡിലാണ് ഓരോ ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വൺസ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഹെഡിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന, നമ്മളുടെ തലയിൽ കേൾക്കുന്ന ആ നിശബ്ദ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ശബ്ദത്തിൽ കേൾക്കുന്ന ആ കാര്യങ്ങൾ അത് സത്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങും. ഇപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ തന്നെ സൈലൻ്റ്ലി ഏതെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചാൽ ആ വാക്ക് നമ്മളുടെ ശബ്ദമായിട്ട് നമ്മളുടെ ബ്രെയിനിൽ വോയിസ് കേൾക്കാം. നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾക്കത് വ്യക്തമായിട്ട് കേൾക്കാം. മനസ്സിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സൈലൻ്റ് എന്നൊരു വാക്ക് ശബ്ദമില്ലാതെ ഉച്ചരിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൈലൻ്റ് തന്നെയാണ്. സൈലൻ്റ് എന്ന വാക്കിൻ്റെ അതേ ആ അർത്ഥം വരുന്ന അതേ ശബ്ദം തന്നെയാണ് നമ്മുടെ ഉള്ളിലും കേൾക്കുന്നത്, സൈലൻ്റായിട്ട് ആ വാക്ക് പറഞ്ഞാൽ പോലും. അപ്പോൾ അതാണ് മനസ്സിൻ്റെ ശബ്ദം. മനസ്സിന് ഒരു ശബ്ദമുണ്ട്. അത് നമ്മൾ മൈൻഡിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം എന്താണ് എന്നുള്ളതാണ്. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്, ഈ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മൾ ഉണരുമ്പോൾ തൊട്ട് ആദ്യത്തെ ചിന്ത സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തൊട്ട് റണ്ണിങ് ആണ്, തോട്ട്സ് റണ്ണിങ് ആണ് നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലൂടെ. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പലതരത്തിലുള്ള പാറ്റേണുകളുണ്ട്. അതായത് സന്തോഷം, സങ്കടം, ഇന്ന സംഭവം, സാഹചര്യങ്ങളുണ്ടായാൽ എനിക്ക് സന്തോഷം അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു ഫീലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പാറ്റേണുകളുണ്ട്. സന്തോഷം, സങ്കടം, ഗിൽട്ട്, അങ്ങനെയുള്ള പാറ്റേണുകൾ അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. പാറ്റേണുകളാണ് റൺ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ റിയാക്റ്റാണ് പെട്ടെന്ന് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്റ്റ് അവിടെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഈ കടന്നു പോകുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല എങ്കിൽ, നമ്മൾ ആ പ്യുവർ അവെയർനെസ്സാണ്. ആ പ്യുവർ അവെയർനെസ്സിൽ എന്താണുള്ളത്? പീസ്, സമാധാനം മാത്രമാണുള്ളത്. പക്ഷെ അവിടെ നമ്മളുടെ ഈ ചിന്തകൾ റൺ ചെയ്യുമ്പോൾ ആ ഫേക്കായിട്ടുള്ള ചിന്തകൾ
നമ്മളെ അതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് അത് സാധിക്കില്ല, അതിന് കഴിയില്ല എന്ന് നമ്മളുടെ മൈൻഡ് നമ്മളോട് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. ആ നിശബ്ദമായിട്ടുള്ള ശബ്ദം നമ്മളോട് പറയുന്നു, നമ്മളത് തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല, സാധിക്കും എന്നുള്ളൊരു ചിന്ത പോലും നമ്മളിൽ വരുന്നില്ല. അത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ ബിലീവ് ചെയ്യുന്നു. ആ മൈൻഡിൽ കേട്ട വോയിസ് അങ്ങനെ തന്നെ ബിലീവ് ചെയ്യുന്നു. പലപ്പോഴും നമ്മളുടെ മനസ്സിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ ചുറ്റുമുള്ളവരുടെയും ശബ്ദങ്ങൾ നമ്മളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ സംഭാഷണങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. സെൽഫ് ടോക്ക് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ശബ്ദമായിരിക്കും കൂടുതൽ നമ്മളുടെ ബ്രെയിനിൽ കേട്ടുകൊണ്ടിരിക്കുക, നമ്മളുടെ ശബ്ദമായിട്ട്, സൈലൻറ്റ് വോയിസ് ആയിട്ട്. ആ സൈലൻറ്റ് വോയിസിനും ആ തോട്ട്സിനും വൈബ്രേഷനുണ്ട്, അതിന് ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഇമോഷണലിൽ നമ്മൾ ഫിയർ, ആങ്സൈറ്റി, സാഡ് ഇങ്ങനെയുള്ള ഇമോഷൻസ് അത് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ അതിൽ ലോക്ക് ചെയ്യും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പീസ് എന്നൊരു അവസ്ഥ, യഥാർത്ഥ നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നത്. പക്ഷെ ഒരിക്കൽ നമ്മൾ അവെയറായി കഴിഞ്ഞാൽ എന്ത് ചിന്തയാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അവെയറായി കഴിഞ്ഞാൽ ആ ചിന്തയ്ക്ക് നെക്സ്റ്റ് എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട്, മനസ്സിൽ തന്നെ നെക്സ്റ്റ് എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് നിശബ്ദമായി നമ്മൾക്കും കമാൻഡ് കൊടുക്കാം, അടുത്ത ചിന്തയിലേക്ക് കടക്കും. അങ്ങനെ നമ്മൾ ആ ചിന്തയെ നിരീക്ഷിച്ചുകൊണ്ട് അടുത്തടുത്ത ചിന്തകളിലേക്ക് പോയി കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു ചിന്തകൾ അടുത്ത ചിന്തയിലേക്ക് പോയി നെക്സ്റ്റ് ഇനി വരാൻ ഒരു തോട്ടും അവിടെ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ആ പീസ് എന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതും അടുത്ത നിമിഷം ആ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡിൽ അൺകോൺഷ്യസ്ലി തോട്ട്സ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സാക്ഷിഭാവത്തിൽ തോട്ട് എന്താണ് ചിന്തിക്കുന്നത്, എന്ത് തോട്ടാണ് റൺ ചെയ്യുന്നത് എന്ന് വിറ്റ്നസ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അൺകോൺഷ്യസ്നലി അത് തോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കില്ല. പിന്നെ നമ്മൾക്ക് ചിന്തകളില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും? ഇന്നലെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടല്ലേ ഈ നാളെ പ്രവർത്തിക്കുന്നത്, നമ്മളുടെ പ്രവർത്തികൾ വരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ ചിന്തകളൊക്കെ നമ്മളെ ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഈ വരുന്ന ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ചിന്തകൾക്ക് നമ്മളെ അവിടെ ട്രാപ്പ് ചെയ്യിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചിന്തകളായിരിക്കണമെന്ന് അതിനൊരു നിർബന്ധവുമില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അത് നമ്മളെ സഫർ ചെയ്യിക്കുന്ന ചിന്തകളിലായിരിക്കും ലോക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇല്ലാത്ത കാര്യം ഇലൂഷൻ പോലെ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളെ ആ ഒരു വിശ്വാസമായിട്ട് മാറും. അപ്പോൾ ആ ഒരു വിശ്വാസം പലപ്പോഴും നമുക്ക് ഭയം, ആങ്സൈറ്റി ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് കടക്കും. അതൊരു റിഫ്ലക്ഷൻ പോലെ നമുക്ക് തന്നെ മറ്റൊരു വ്യക്തികളിൽ നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലാണത്, അത് മറ്റു വ്യക്തിയിൽ നിന്ന് അത് റിഫ്ലക്റ്റായിട്ട് നമ്മളിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ്ലി സംസാരിക്കുന്നുണ്ട്. അത് മെൻ്റൽ വോയിസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെൻ്റൽ വോയിസിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അവിടെയും പ്രശ്നങ്ങളുണ്ടാവാം. ആ പ്രശ്നങ്ങൾ തന്നെയായിട്ട് ആണ് അടുത്ത നിമിഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ഒരു ആക്ഷനായിട്ട് ഫിസിക്കലി നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോഴാണ് അത് ഫിസിക്കൽ പ്രോബ്ലമായിട്ട് മാറുന്നുണ്ടാവുക. അതുവരെ അത് മെൻ്റൽ കോൺഫ്ലിക്റ്റായിട്ട് നമ്മൾ സഫർ ചെയ്തുകൊണ്ട്, ഇന്നറിൽ സഫർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അത് പുറത്തേക്ക് ഫിസിക്കലി വരാൻ തുടങ്ങും. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം നമ്മൾ അവെയർനെസ് ഇല്ലാതെ ചിന്തകളെ കടത്തിവിടാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ചിന്തകളെ റൺ ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഓരോ ചിന്തയും കടന്നു പോകുമ്പോൾ നമ്മൾ അവെയർനെസ്സോടുകൂടി അതിനെ അറിയാൻ ശ്രമിക്കണം.
പക്ഷേ ആദ്യമൊന്നും ഇത്രയും സ്പീഡിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നമുക്ക് അറിയാൻ സാധിക്കില്ല. പതുക്കെ പതുക്കെ ഈ ചിന്തകളുടെ സ്പീഡ് കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ചിന്തകളുടെ സ്പീഡ് അല്പം കുറഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫുള്ളി അവെയറായി കഴിയും. നമ്മുടെ മനസ്സിലൊരു ചിന്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കിത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട്, ബേർഡനായിട്ട്, അവെയർ ചെയ്യുക എന്നുള്ളത് ബേർഡനായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് നമുക്കിത് ആ ചിന്ത കുറഞ്ഞു, ചിന്തയുടെ സ്പീഡ് കുറയും നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ. അതിനാദ്യം നമ്മൾ ഉണരുന്ന ഉടനെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് ചിന്തയാണ് ആദ്യം വരുന്നത് എന്ന് ചിന്തിച്ചാൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഉണർന്ന് അല്പനേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ കൺട്രോളിലല്ലാതെ റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ചിന്ത കണ്ടുപിടിക്കാൻ നമ്മൾ ഉണർന്ന ഉടനെ നമ്മൾ മനസ്സിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, ഏത് വ്യക്തിയുടെയാണ്, ഏത് കാര്യത്തെക്കുറിച്ചാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ചിന്തയുടെ സ്പീഡ് ലോ ആകാൻ തുടങ്ങും. അപ്പോൾ ആ ബീറ്റ ഹൈ ഫ്രീക്വൻസിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു തോട്ട്സ് കുറച്ച് സ്പീഡ് കുറച്ച് പോകാൻ തുടങ്ങും. ഓരോ ചിന്തയ്ക്കിടയിലും ഒരു ചെറിയ ഗ്യാപ്പ് വരാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ചിന്തകളെ ഓരോന്നും വിറ്റ്നസ് ചെയ്ത് കടത്തിവിടാൻ അനുവദിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ചിന്തയും നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവും. മറ്റൊരു വ്യക്തിയുടെ ഒരു ചെറിയ ചിന്ത പോലും നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയും. അപ്പോൾ നമ്മൾ ആ ഒരു ഡയമെൻഷനിലാണ് എങ്കിൽ ആ വ്യക്തി നമ്മളോട് നാളെ സംസാരിക്കാൻ വരുന്നതിന് മുമ്പേ നമ്മളിവിടെ അറിയുന്നുണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തി അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ വിളിക്കുന്ന കാര്യം നമ്മളിവിടെ അറിയും. കാരണം നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ചിന്ത നമ്മളിവിടെ അറിയുമ്പോൾ നമുക്കറിയാം ആ വ്യക്തി അല്പസമയം കഴിഞ്ഞ് നമ്മളോട് സംസാരിക്കാൻ വരുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല, യാദൃശ്ചികമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുക. ചിലപ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടായാലും ആ വ്യക്തി അത് ഫിസിക്കലിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സമയം എടുത്തേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അത് ആ വ്യക്തി വന്നുകൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ആ വ്യക്തി ഫിസിക്കലി ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ്മെൻറ്റ് ആകുമ്പോൾ ആ വ്യക്തി നമ്മളെ വിളിക്കണമെന്നില്ല. പക്ഷെ ഭൂരിഭാഗം സമയത്തും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കോൺഷ്യസ്ലി അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ആ ചിന്ത അവിടെ സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത അൺകോൺഷ്യസ്ലി പാറ്റേൺസ് വർക്കാകില്ല. അവിടെ അൺകോൺഷ്യസ് പാറ്റേണുകൾ അവിടെ വർക്കാവില്ല. അൺകോൺഷ്യസ് പാറ്റേണുകളാണ് ഫിയർ, ആങ്സൈറ്റി, സാഡ്, ഗിൽറ്റിയൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ കോംപ്ലക്സ്, ഇതൊക്കെ അൺകോൺഷ്യസ് പാറ്റേണുകളാണ്. ഇതൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൂടെ നമ്മളിലേക്ക് കയറി കൂടിയിട്ടുള്ള കുറച്ച് പാറ്റേണുകളാണ്. ഇത് അൺകോൺഷ്യസ്ലി അവിടെ വർക്ക് ചെയ്യില്ല നമ്മൾ വിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മളുടെ മെൻ്റൽ വോയിസിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുള്ളൂ. നമുക്കൊരു പീസ് എന്നൊരു അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ വിറ്റ്നസ് ചെയ്യണം ഓരോ ചിന്തയും. നമ്മൾ അവെയർനെസ്സാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ വിജയിച്ചു, തോറ്റു, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ടിത് സാധിക്കുന്നില്ല, നമ്മളൊന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ്, ഇതൊന്നും നമ്മളല്ലല്ലോ. അതൊക്കെ ഒരു കൺസെപ്റ്റ്, ഒരു ചിന്ത, അത് മാത്രമാണ്. നമ്മളുടെ വിജയം നമ്മളല്ല, നമ്മളുടെ തോൽവി നമ്മളല്ല. അപ്പോൾ അതൊക്കെ നമ്മളുടെ ആ ഒരു ചിന്തയിലൂടെ നമ്മൾ വിജയം, തോൽവി എന്നൊക്കെ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അതൊന്നും നമ്മളല്ല. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ പ്യുവർ അവെയർനെസ്സാണ്. ആ അവെയർനെസ് എത്തുമ്പോൾ അവിടെ ആ സ്വാഭാവികമായ നമ്മളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ ഈ ടെൻഷനിലായിരിക്കും. അപ്പോൾ നമ്മളുടെ സമയത്തിൻ്റെ ദൈർഘ്യം വളരെ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഈ വിറ്റ്നസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ചിന്തയുടെ സ്പീഡ് കുറയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സമയത്തിൻ്റെ ദൈർഘ്യം, നമ്മൾ അരമണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന കാര്യം വെറും 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. അതും കൃത്യതയോടുകൂടി തീർക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ചിന്തകളുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളത് അവിടെ നമ്മളുടെ തോന്നൽ മാത്രമാണ്. ചിന്തയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നാളെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വെറും നമ്മളുടെ തോന്നൽ മാത്രമാണ്.
കാരണം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അനാവശ്യ ചിന്തകൾ കുറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ മാത്രമായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി കൂടുതൽ ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അതേപോലെ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അവിടെ നമ്മളുടെ ആ ഒരു പ്രവൃത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തിന് പെർഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരുപാട് ചിന്തകളിലൂടെ അനാവശ്യ ചിന്തകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം അരമണിക്കൂറായി 1 മണിക്കൂറായാലും നമ്മളുടെ കഴിയാത്ത പോലെ നമുക്ക് പണി ചെയ്തിട്ടും തീരാത്ത പോലെ ഒരു അവസ്ഥയുണ്ടാവും. എത്ര ചെയ്തിട്ടും അതൊരു ചെയ്ത് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളിൽ അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെൻ്റൽ വോയിസ്. അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയൽ അല്ല, അത് നമ്മൾ യാഥാർത്ഥ്യമല്ല, അതൊരു ടൂൾ മാത്രമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ഒരു ടൂൾ മാത്രമാണ്. അതിൽ ആവശ്യമുള്ള ചിന്തകൾ റൺ ചെയ്യട്ടെ, ആവശ്യമില്ലാത്തത് റൺ ചെയ്യണ്ട. അതിന് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ വിറ്റ്നസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അത് ഒരു ദിവസം അതിരാവിലെ ഉണരുമ്പോൾ ആദ്യത്തെ ചിന്തയെ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ചിന്തയെ കണ്ടുപിടിക്കാം. അങ്ങനെ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ചിന്തകളുടെ സ്പീഡ് കുറയും. അപ്പോൾ നമുക്ക് ഓരോ ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്ത വരാൻ ഒരു ചെറിയ ഗ്യാപ്പ് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിന്തയാണോ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള ചിന്തകളിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.